കർത്താവിനും മഹത്വം. പിന്നെയും നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ദൈവം ഒരുക്കിയ ഒരവസരത്തിനായി കർത്താവിന് നന്ദി കരയേറ്റുന്നു. പരാജയം എന്ന വാക്ക്, തോൽവി എന്ന വാക്ക് മനുഷ്യരാരും ഇഷ്ടപ്പെടുന്ന ഒരു വാക്കല്ല. ആരും അവരുടെ പേരിനോടോ അവരുടെ തലമുറകളുടെ പേരിനോടോ പരാജയമെന്നോ തോൽവിയെന്നോ ചേർത്ത് വയ്ക്കാൻ ആർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും പരാജയത്തെക്കാട്ടിൽ, തോൽവി എന്ന വാക്കിനെക്കാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് ജയം എന്ന വാക്ക് തന്നെയായിരിക്കുമല്ലോ. ജയിക്കുക, ജയിച്ചു മുന്നേറുക. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ സ്കൂളിൽ അവർക്ക് ജയിച്ച് മുന്നേറാൻ ആഗ്രഹമുണ്ട്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ജയിച്ച് മുന്നേറണം. ആരും പരാജയപ്പെട്ട് പുറകോട്ട് പോകാൻ താല്പര്യപ്പെടാറില്ല. പരാജയം മുൻപിൽ കണ്ട ഒരു മനുഷ്യൻ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. 2 ദിനവൃത്താന്തം 14-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ആസ എന്ന് പറയുന്ന രാജാവ്, ദൈവഭക്തനായ ഒരു രാജാവ്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്. ആസ തൻ്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം, മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുതേ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, അപ്പോൾ യഹോവ ആസയുടെയും യഹൂദ്യരുടെയും മുൻപിൽ കൂശ്യരെ തോൽക്കുമാറാക്കി കൂശ്യർ ഓടിപ്പോയി. നോക്കുക, ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലമാണ് നമ്മളിവിടെ കാണുന്നത്. കൂശ്യരുമായുള്ള യുദ്ധത്തിന് ഇറങ്ങി വന്നപ്പോൾ ആസയുടെ സൈന്യ ശക്തിയേക്കാൾ കൂശ്യരുടെ ശക്തി വലുതായിരുന്നു. അതുകൊണ്ടാണ് ആസ ബലവാനും ബലഹീനനും എന്ന വാക്ക് ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തോട് പ്രാർത്ഥിക്കുക, യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഇന്നും ഇതുപോലെയുള്ള സ്ട്രഗിളുകൾ ഉണ്ടാകാറുണ്ട്. ഒരു ഭാഗത്ത് കഴിവ് കൂടിയവർ, ഒരു ഭാഗത്ത് വിദ്യാഭ്യാസം കൂടിയവർ, ഒരു ഭാഗത്ത് സാമ്പത്തിക ഉന്നമനത്തിൽ ജീവിക്കുന്നവർ, ബലവാനും ബലഹീനനും. ആസയുടെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചേ. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ വേറെ ആരുമില്ല. ആസയ്ക്കൊരു കാര്യം അറിയാം. എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ ഈ സൈന്യശക്തി കൊണ്ടോ എനിക്കെതിരെ നിൽക്കുന്ന ഈ ശത്രുവിനെ പരാജയപ്പെടുത്താൻ എനിക്ക് കഴിയത്തില്ല. അതുകൊണ്ട് ദൈവമായ യഹോവയോട് ആസ പ്രാർത്ഥിക്കുകയാണ്, ഈ വിഷയത്തിൽ അവിടുന്ന് എന്നെ സഹായിക്കണം. ഞാൻ ബലഹീനനാണ്, എനിക്ക് കഴിവില്ലാത്തവനാണ്. ഞാൻ എൻ്റെ ഈ കഴിവ് കൊണ്ട് എനിക്ക് ഈ കടന്ന് മുന്നേറാൻ കഴിയത്തില്ല. എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ ഒരു കാര്യം എന്നു ചോദിച്ചാൽ, ആസയുടെ ആ പ്രാർത്ഥന ഉടനടി ദൈവം കേട്ടു എന്നുള്ളതാണ്. കാലതാമസമൊന്നും വരാതെ തന്നെ ആ സ്പോട്ടിൽ ദൈവം ആസയുടെ പ്രാർത്ഥന കേട്ടു എന്നാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ട് വന്നിരിക്കുന്നു. ആസ വളരെ ഓപ്പണായിട്ട് ദൈവത്തോട് പറയുകയാണ്, അവിടുന്ന് മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം. ഞങ്ങൾക്ക് മറ്റൊന്നിലും ആശ്രയിക്കാൻ കഴിയുന്നില്ല. കാരണം ഞങ്ങളെക്കാൾ ബലമുള്ളവർ ഞങ്ങളുടെ മുൻപിൽ നിൽക്കുകയാണ്. ഞാൻ ആ ഭാഗം ഇങ്ങനെ ചിന്തിച്ചപ്പം, എന്തുകൊണ്ടാണ് ദൈവസന്നിധിയിൽ അത്ര പ്രാഗൽഭ്യത്തോടെ ആ യുദ്ധമുഖത്ത് ആസ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉടനടി മറുപടി നൽകുകയും ചെയ്തത് എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പം, അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരണം. ആ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്,
ആസ തൻ്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്തു. പ്രിയരെ, ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങളും വിടുതലുകളും പ്രാപിക്കാൻ കുറുക്കുവഴികളൊന്നുമില്ല. മറ്റൊരു പോംവഴിയോ എളുപ്പമാർഗമൊന്നും ദൈവസന്നിധിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനും അനുഗ്രഹം പ്രാപിക്കാനും ഇല്ല. വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഇവിടെ ഒരു ഭാഗത്ത് ബലവാനും മറുഭാഗത്ത് ബലഹീനനും തമ്മിൽ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ബലഹീനനായ ആസ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉടനടി ദൈവം മറുപടി നൽകിയതിൻ്റെ പുറകിലത്തെ കാരണം ആസ തൻ്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്യുന്നവനായിരുന്നു എന്നുള്ള കാരണമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവവേദലേ, നിങ്ങളുടെ ജീവിതത്തിലും മറ്റൊന്നിലും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിലും ദൈവത്തിന് പ്രസാദവും ഹിതവുമായത് നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ബലഹീനരായി കിടക്കുന്ന മേഖലകളിൽ നിങ്ങളുടെ പക്ഷത്ത് ഈ സർവശക്തനായ ദൈവം ഇറങ്ങി വന്ന് നിൽക്കാനിടയായിത്തീരും. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്നാണ് എൻ്റെ ചിന്ത. നിങ്ങൾക്ക് കഴിവില്ലായിരിക്കാം, നിങ്ങൾക്ക് ലോകപ്രകാരമുള്ള പല വിധത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. അവിടേക്കൊന്നും നിങ്ങൾ ശ്രദ്ധ ചലിപ്പിക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന്, ദൈവത്തിൻ്റെ പ്രസാദം എന്താണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി നിങ്ങളൊന്ന് പരിശ്രമിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ, നിങ്ങൾ ബലഹീനമായി കിടക്കുന്ന വിഷയത്തിൻ്റെ മേൽ നിങ്ങളുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആസയുടെ ജയത്തിൻ്റെ ഏക കാരണം അവൻ്റെ സൈന്യ ബഹുത്വമല്ല. ആസയുടെ പ്രാർത്ഥനയുടെ മുൻപിൽ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ ഇടയായ കാരണം ആസയെ ദൈവം നോക്കിയപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തും അനുസരിച്ചും പ്രമാണിച്ചും ജീവിക്കുന്നവനാണ് ആസ. ദൈവത്തിന് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന പ്രശ്നങ്ങളല്ല വലുത്, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളല്ല വലുത്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് വലുത്. ആ ഇഷ്ടത്തിനായി നിങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ നിശ്ചയമായും ദൈവത്തിൻ്റെ ഒരു അനുകൂല കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. നിശ്ചയമായും ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ദൈവസന്നിധിയിൽ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുക, ദൈവത്തിന് പ്രസാദമായത് നിങ്ങൾ ചെയ്യുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും, ദൈവം നിങ്ങളുടെ വിഷയങ്ങളെ പരിഹരിക്കും. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിന്റെ വചനത്തിൽ ഞങ്ങൾ ധ്യാനിച്ചതുപോലെ അങ്ങയ്ക്ക് പ്രസാദമുള്ളത് ചെയ്യുവാൻ ഞങ്ങളെ കർത്താവ് ശക്തീകരിക്കണം. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ അവിടുന്ന് ഞങ്ങളെ സഹായിക്കും. ബലഹീനൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം മനസ്സിലാക്കി മുൻപോട്ട് വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ കൃപ ധാരാളമായി ഞങ്ങളുടെ മേൽ പകരണമേ. ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.